പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ ഒരു മാസ് ഡയലോഗ് കാണുന്നുണ്ട് ഇന്നത്തെ സുവിശേഷത്തിൽ. ഞാനാണ് ഭയപ്പെടേണ്ടത്. ഈ ദിവസങ്ങളിൽ വളരെ ഇങ്ങനെ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നൊരു മൂവി ഉണ്ടല്ലോ, അതിനകത്ത് ഇതേ വാക്ക് നമ്മൾ കേൾക്കുന്നുണ്ട്. ഞാനല്ലാതെ വേറെ ആരാ, ഞാനല്ലാതെ വേറെ ആരാ, ഞാനാണ് ഭയപ്പെടേണ്ടത്. ഈ ഒരു വാക്ക് പ്രിയപ്പെട്ട ചിലരുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങളും അവരുടെ മുഖത്തുണ്ടാക്കുന്ന പുഞ്ചിരിയും ഒക്കെ ആ മൂവിയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഈ ഒരു എൻട്രിയെക്കുറിച്ച് ഓർക്കായിരുന്നു. അവർ പേടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ കടലിൻ്റെ നടുക്ക് ഇങ്ങനെ തണ്ട് വലിക്കാനായിട്ട് ശക്തിയില്ലാതെ കാറ്റും കോളും കണ്ട് ഭയന്നിരിക്കുന്നവരുടെ അടുത്തേക്ക് സ്വർഗത്തിൽ നിന്ന് വലിയ ഇങ്ങനെ ശക്തി ധരിച്ച് ദൈവപുത്രൻ അവരെ കാണാൻ ചെല്ലുന്നുണ്ട്. ഭയപ്പെടേണ്ട ഞാനാണ് ഭയപ്പെടേണ്ട. ഇവിടെ ഞാനുണ്ടല്ലോ, ഇനി നിങ്ങളെ ഒന്നും ബാധിക്കില്ല, ഒരു തിന്മയും ബാധിക്കില്ല, ഒരു പ്രയാസവും നിങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല, നിങ്ങൾ എൻ്റെ കയ്യിൽ സുരക്ഷിതരാണെന്നുള്ള ഓർമ്മപ്പെടുത്തലുമായിട്ട് കർത്താവിൻ്റെ ജീവിതത്തിലേക്കുള്ള ഇടപെടൽ നമ്മൾ കാണും. ഒന്നും രണ്ടും തവണയല്ല, ഇത് ഈ ജീവിതത്തിലുടനീളം നമ്മൾ അനുഭവിച്ചിട്ടുള്ളത്. ഒരാളുമില്ല എന്നോർത്തിരിക്കുന്ന ഒരു സമയത്ത്, ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല എന്നോർത്ത് തളർന്നിരിക്കുന്ന നേരത്ത്, കാറ്റും കോളും ഇങ്ങനെ നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അവിടെ നിന്നിങ്ങനെ നമ്മളുടെ ജീവിതത്തിലേക്ക് ഇടപെട്ടിട്ടുണ്ട്. ഓരോ തവണയും ഇടപെട്ടിട്ടുണ്ട്. കർത്താവ് അതാണ് പറയുന്നത്. നമ്മൾ നേരത്തെയും ധ്യാനിച്ചിട്ടുള്ളതാണ്. ഈ വചനമൊക്കെ അറിയാവുന്ന കുറച്ച് വചനങ്ങളാണ്. അതിങ്ങനെ മനസ്സിലിങ്ങനെ ആഴത്തിൽ പതിഞ്ഞു പോയിട്ടുള്ള വചനങ്ങളാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ സഹായിക്കുകയും ഞാൻ ബലപ്പെടുത്തുകയും ചെയ്യും. ഞാൻ എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഇതേ കാര്യം കർത്താവ് പറയണത്. ഞാനാണ് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. കർത്താവ് പറയണ കാര്യമാണ് ഇത്. ഞാനാണെന്നേ, നിങ്ങൾ പേടിക്കണ്ട. ഒരു പ്രയാസത്തിൻ്റെ നടുവിൽ കുരിശിലേക്കൊന്ന് നോക്ക്. അവിടെ നിന്ന് അവൻ പറയുന്നുണ്ടാവും, നിങ്ങൾ പേടിക്കാതെ, ഞാൻ കൂടെ ഇല്ലേ. ഒരു ബുദ്ധിമുട്ടിൻ്റെ നേരത്ത് അൾത്താരയിലേക്കൊന്ന് ചെന്ന് കമിഴ്ന്ന് കിടക്കുക. അവിടെ നിന്ന് ഇങ്ങനെ കരം തോളിൽ വെച്ചുകൊണ്ട് നമ്മളെ ആശ്വസിപ്പിക്കുന്നത് അനുഭവിക്കാൻ പറ്റും. പേടിക്കേണ്ട, ഞാൻ കൂടെ ഇല്ലേ. കുടുംബം ഒരു പ്രയാസത്തിലൂടെ അസ്വസ്ഥതയിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവരും കൂടെ ആ തിരുഹൃദയത്തിൻ്റെ നടയിലൊന്ന് ഒരുമിച്ചിരിക്കുക. അവിടെ നിന്ന് കൃത്യമായിട്ടുള്ള പ്രകാശം ലഭിക്കും. പേടിക്കണ്ട, ഞാനുണ്ടല്ലോ ഇവിടെ. ഇതിൽ കൂടുതൽ എന്താ കർത്താവ് പറയണ്ടേ? തൊട്ടടുത്ത് വന്ന് നിന്ന് നമ്മളോട് പറയാണ്, ഞാനുണ്ട്, പേടിക്കല്ലേ, നമുക്ക് പോവാം, നമുക്ക് മുന്നോട്ട് പോവാം, ഇതൊക്കെ നമുക്ക് അതിജീവിക്കാം. അവിടെ നിന്ന് ഒരു കർത്താവ് ഒരു വീരയോദ്ധാവിനെ പോലെ എൻ്റെ വലത് ഭാഗത്തുണ്ട്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകമാണെന്ന് വിചാരിക്കണേ. കർത്താവ് ഒരു വീരയോദ്ധാവിനെ പോലെ എൻ്റെ വലത് ഭാഗത്തുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് വഴിയൊരുക്കുന്ന, ഇങ്ങനെ മുന്നിലുള്ള തടസ്സങ്ങൾ വെട്ടിമാറ്റുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ ഒന്ന് ഓർത്തു നോക്കി. അത് മനുഷ്യരൂപം ധരിച്ച് ദൈവം ഇങ്ങനെ സകല പ്രതാപത്തോടും കൂടെ അവരുടെ ജീവിതത്തെ രക്ഷിക്കാനായിട്ട് വന്നു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണണത്. ശക്തിയേറിയ കാറ്റടിച്ചിരുന്നത് കൊണ്ട് കടൽ ക്ഷോഭിച്ചു. 25-30 സ്ഥാദിയോൻ ദൂരം തണ്ട് വലിച്ചു കഴിഞ്ഞപ്പോൾ യേശു കടലിന് മീതെ നടന്ന് വള്ളത്തെ സമീപിക്കുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു. അവൻ അവരോട് പറഞ്ഞു, ഞാനാണ് ഭയപ്പെടേണ്ട. കർത്താവ് വെള്ളത്തിന് മീതെ നടക്കുന്നത്. ഈ ലോകത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളുടെയും മുകളിൽ, എല്ലാ തിന്മകളുടെയും മുകളിൽ, നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളുടെയും മുകളിൽ അവന് അധികാരമുണ്ടെന്ന് കാണിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പേടിക്കാനില്ല, കർത്താവാണ് കൂടെ നിൽക്കുന്നത്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളവൻ പടവിലുണ്ട്. എൻ്റെ ഈ ഒരു വഞ്ചിയിൽ ആ കർത്താവിൻ്റെ സാന്നിധ്യം ഒന്ന് തിരിച്ചറിയുക. എന്തൊരു ഭംഗിയുള്ള പാട്ടാണ്. ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ ആവർത്തിച്ച് കേട്ടിട്ടുള്ളതും ആവർത്തിച്ചിട്ടുള്ളതുമായിട്ടുള്ളൊരു ഒരു ജിൽ പാട്ടാണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ പാടാനായിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കേണ്ട ഒരു പാട്ടാണ്. ഉള്ളിൽ നിന്ന് മാറ്റിക്കളയാതിരിക്കേണ്ട പാട്ടാണ്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ട് നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളവൻ പടവിലുണ്ട്.
അവൻ്റെ ആശീർവാദത്തിനായി, അവൻ്റെ വലിയ കൂട്ടുനിൽപ്പിനായി നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹത്തിനായി മുട്ടിന്മേൽ നിൽക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഒന്ന് ആവർത്തിച്ചിട്ട് വേണം ഉറക്കത്തിലേക്ക് പോകാൻ. പേടിയുണ്ടാവില്ല, കൂടെ കർത്താവ് നിൽക്കുന്ന അനുഭവം ഉണ്ടാവും. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.